കേസിൽ തുടരന്വേഷണം വേണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം. ബിജെപി മലക്കം മറിഞ്ഞു. കോൺഗ്രസ് മൗനത്തിൽ തന്നെ. കുര്യന് സ്ഥാനമൊഴിയേണ്ടി വരുമോ? സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. സൂര്യനെല്ലി കേസിൽ PJ കുര്യനെതിരെ തുടരന്വേഷണം വേണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം. തീരുമാനം 2 ദിവസത്തിനുള്ളിലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കുര്യൻ രാജിവെക്കണമെന്ന് BJPയുടെ മലക്കം മറിച്ചിൽ. ഹൈക്കമാൻഡ് തീരുമാനം വൈകുന്നു. 2G കേസിൽ കേന്ദ്ര സർക്കാർ CBIയെ ദുരുപയോഗം ചെയ്തുവെന്ന് BJP. കുറ്റാരോപിതരുമായി പ്രോസിക്യൂട്ടർ ഗൂഢാലോചന നടത്തി. CBI പ്രോസിക്യൂട്ടറും യൂണിടെക് തലവനുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ ടേപ്പ് വ്യാജമെന്ന് CBI തലവൻ. ഇന്ത്യയുമായുള്ള ഹെലികോപ്റ്റർ ഇടപാടിലെ അഴിമതി കേസിൽ ഇറ്റാലിയൻ പ്രതിരോധ കമ്പനി തലവൻ പിടിയിൽ. ഇറ്റലിയിൽ അറസ്റ്റിലായത് ഫിൻ മെക്കാനിക്ക കമ്പനി അധ്യക്ഷൻ ജ്യൂസപ്പി ഓർസി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിഷേധം കുടിവെള്ള വിതരണം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചതിൽ. വാട്ടർ അതോറിറ്റിയെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. വനിതാ MLA-മാരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബിജിമോളും ഗീതാ ഗോപിയും നടുത്തളത്തിലിറങ്ങി. നടേശൻ വിചാരിച്ചാൽ CPIM-ന്റെ അസ്തിത്വം ഇല്ലാതാക്കാൻ കഴിയോ? വെള്ളാപ്പള്ളി വിചാരിച്ചാൽ CPM-നെ തകർക്കാനാകില്ലെന്ന് പിണറായി വിജയൻ. മലബാർ മഹാസംഗമം പാർട്ടിയെ ലക്ഷ്യം വെച്ച്. നാരായണ ഗുരു നല്ല മനുഷ്യനാണ്, ആൾദൈവമല്ല. സൂര്യനെല്ലി കേസിൽ തുടരന്വേഷണം വേണ്ടെന്ന സംസ്ഥാന സർക്കാരിന് DGPയുടെ നിയമോപദേശം ലഭിച്ചു. ഇത് സംബന്ധിച്ച് പഠിച്ച ശേഷം 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലീൽ പടന തിരുവനന്തപുരത്ത് ചേരുന്നു. ജലീൽ, സൂര്യനെല്ലി കേസിൽ സർക്കാരിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശത്തിന്റെ കാതൽ എന്താണ്? ഗോപി, സൂര്യനെല്ലി വിഷയത്തിൽ തുടരന്വേഷണം നടത്തേണ്ടതില്ല എന്നാണ് ഇന്ന് DGP സർക്കാർ നൽകിയ നിയമോപദേശത്തിൽ പറയുന്നത്. അതായത് പുതിയ ഒരു തുടരന്വേഷണം നടത്താൻ ആവശ്യമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പുതിയ തെളിവുകളോ അല്ലെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകളോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടായി എന്ന് പറയുന്ന തെളിവുകളും വെളിപ്പെടുത്തലുകളും നേരത്തെ തന്നെ സുപ്രീം കോടതി അടക്കം പരിശോധിച്ച തീർപ്പ് കൽപ്പിച്ചതാണ്. ഈ വിഷയത്തിൽ ഒരു തുടരന്വേഷണം നടത്തുക എന്ന് പറയുന്നത് അത് നിയമവിധേയമല്ല. കാരണം സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ച ഒരു വിഷയത്തിൽ തുടരന്വേഷണം നടത്താൻ സാധ്യമല്ല എന്നാണ് നിയമോപദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് തീർത്തും കെട്ടിച്ചമച്ചതും അതോടൊപ്പം തന്നെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതുമാണെന്ന് വളരെ വ്യക്തമാണ് എന്നാണ് ഇന്ന് നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമോപദേശം സർക്കാരിന് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തള്ളുകയോ ചെയ്യാം എന്നുള്ള കുറിപ്പോട് കൂടിയാണ് T. ആസഫ് അലി ഇന്ന് ഈ നിയമോപദേശം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് 2 ദിവസത്തിനകം ഇതിൽ തീർപ്പ് കൽപ്പിക്കുമെന്നാണ്. നിയമോപദേശം പഠിച്ച് 2 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കാമെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി തിരുവഞ്ചൂർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ തിരുവഞ്ചൂർ തയ്യാറായില്ല. ജലീൽ, സൂര്യനെല്ലി കേസിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സൂര്യനെല്ലി പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇക്കാര്യങ്ങൾ മീഡിയ വൺ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്, ഇക്കാര്യത്തിൽ നിയമോപദേശം അനുസരിച്ചായിരിക്കും സർക്കാർ നീങ്ങുക എന്നതാണ്. ഇപ്പോൾ തുടരന്വേഷണം വേണ്ട എന്ന നിയമോപദേശം ലഭിച്ച സ്ഥിതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തന്നെയാണോ സർക്കാർ ആലോചിക്കുക? അതായിരിക്കുമോ ഇനി അടുത്ത നീക്കം? തീർച്ചയായും സർക്കാർ അങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കുര്യനെ പൂർണ്ണമായും കുറ്റവിമുക്തമാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അതിശക്തമായ പ്രതിഷേധമാണ് ഇതിനെതിരെ സഭക്കകത്തും പുറത്തും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ അതിശക്തമായ ഒരു പ്രതിഷേധത്തെ സർക്കാരിന് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമോപദേശം പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ ഒരുപക്ഷെ സർക്കാരിന് കഴിഞ്ഞെന്ന് വരില്ല. ഗോപി, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ച നിയമോപദേശത്തിന്റെ വിശദാംശങ്ങൾ ജലീൽ പങ്കുവച്ചു. ഇനി ഡൽഹിയിൽ നിന്നുള്ള വാർത്ത. PJ കുര്യൻ രാജിവെക്കണമെന്ന് BJP കേന്ദ്ര നേതൃത്വം പാർട്ടി സംസ്ഥാന ഘടകവുമായി ആലോചിച്ചാണ് തീരുമാനമെന്ന് പാർട്ടി വക്താവ് പ്രകാശ് ജാവദേക്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ആരോപണം തെറ്റെന്ന് തെളിയിക്കുന്നതുവരെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കുര്യൻ മാറി നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. The new revelations every day in Suryonelli rape case has made PJ Kuryen's position as Deputy Chairman of Rajya Sabha untenable. BJP, after consulting the state unit, demands that on moral grounds
he should quit the office till he is absolved of the charges against him. BJP കുര്യൻ വിഷയത്തിൽ മലക്കം മറിഞ്ഞു കഴിഞ്ഞു. കുര്യൻ രാജിവെക്കണമെന്നതാണ് BJP ഉന്നയിക്കുന്ന ആവശ്യം. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം കുര്യൻ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും? ലിജോ വർഗീസ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായുണ്ട്. ലിജോ, സ്വാഭാവികമായും കനത്ത സമ്മർദ്ദം ഈ വിഷയത്തിൽ കുര്യന്റെ മേലുണ്ടാകുന്നു. ലിജോ, സ്വാഭാവികമായും കനത്ത സമ്മർദ്ദം PJ കുര്യന്റെ മേൽ ഉണ്ടാകുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? പ്രത്യേകിച്ച് കുര്യൻ വിഷയത്തിൽ ഒരു എതിർ നിലപാടെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന വിഷയമാണിത്. ഏത് തരത്തിലാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? എപ്പോഴുണ്ടാകും തീരുമാനം? ഗോപി, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കോൺഗ്രസ് നേതാവും ഇക്കാര്യത്തിൽ യാതൊരു രീതിയിലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇന്ന് UPA അധ്യക്ഷ സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിക്കും PJ കുര്യൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് കത്തയച്ചിട്ടുണ്ട്. താൻ നിരപരാധിയാണ്, ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇന്ന് PJ കുര്യൻ ഇക്കാര്യത്തെ കത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ രാജ്യസഭാ അംഗവും CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഹമീദ് അൻസാരിക്ക് അയച്ച കത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അവാസ്തവമാണ്, ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന നിലയ്ക്കാണ് PJ കുര്യൻ കത്തിൽ പറയുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് വക്താക്കൾ ആരും തന്നെ PJ കുര്യന്റെ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഗോപി, നന്ദി ലിജോ വിശദാംശങ്ങൾക്ക്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. കാശ്മീർ താഴ്വര മുതൽ കൊങ്കൺ തീരം വരെ എത്രയേറെ വൈവിധ്യങ്ങൾ, എത്രായിരം സംസ്കാരങ്ങൾ, ആചാരങ്ങളും ആഘോഷങ്ങളും സമ്പന്നമാക്കുന്ന മഹത്തായ ഭാരതീയ വിവാഹ മുഹൂർത്തങ്ങൾ. ആഘോഷിക്കൂ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ടുഡേയ്സ് പ്രോഗ്രാംസ് ബ്രോട്ട് യു ബൈ കിംസ് പിനാക്കിൾ, ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം. സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്ന്, വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ കുറേ ഞാൻ സമ്മതിക്കുന്നു. KSRTCയെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. KSRTCയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഏറ്റവും നല്ല നിലയിൽ തന്നെ പോകുന്നു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല. വൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജലവൈദ്യുതികൾക്ക് പദ്ധതിക്ക് അംഗീകാരം കിട്ടിയേ മതിയാവും. ഈ നിലയിൽ തുടർന്നാൽ സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന ഒരു വെല്ലുവിളിയുമുണ്ടായി. അത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. വ്യൂ പോയിന്റിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് രാത്രി 10 മണിക്ക്. പാതിമയങ്ങിക്കിടന്നൊരു നാടിന് ചേതന തന്നു പ്രവാസം, ഉള്ളിൽ മോഹങ്ങളേകി പ്രവാസം, നിത്യവിരഹത്തിൻ നീർത്തുള്ളിയിൽ പ്രേമം സ്വപ്നങ്ങൾ നൽകി പ്രവാസം, പ്രേമ സ്വപ്നങ്ങൾ നൽകി പ്രവാസം, വേരുകളെല്ലാം അറുത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം.
സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്ന്, വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ കുറേ ഞാൻ സമ്മതിക്കുന്നു. KSRTCയെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. KSRTCയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഏറ്റവും നല്ല നിലയിൽ തന്നെ പോകുന്നു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല. വൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജലവൈദ്യുതിക്ക് പദ്ധതിക്ക് അംഗീകാരം കിട്ടിയേ മതിയാവും. ഈ നിലയിൽ തുടർന്നാൽ സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന ഒരു വെല്ലുവിളിയുമുണ്ടായി. അത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. വ്യൂ പോയിന്റിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് രാത്രി 10 മണിക്ക്. പാതിമയങ്ങിൽ കിടന്നൊരു നാടിന് ചേതന തന്നു പ്രവാസം, ഉള്ളിൽ മോഹങ്ങളേകി പ്രവാസം, നിത്യവിരഹത്തിൻ നീർത്തുള്ളിയിൽ പ്രേമം സ്വപ്നങ്ങൾ നൽകി പ്രവാസം, പ്രേമ സ്വപ്നങ്ങൾ നൽകി പ്രവാസം, വേരുകളെല്ലാം അറുത്തിട്ടും പൂക്കുന്ന നീർമാതളമാണ് പ്രവാസം. ഏറ്റവും സുപ്രധാന വാർത്തയിലേക്ക്. പാലിയേക്കരയിൽ ടോൾ വിരുദ്ധ വാർഷിക ദിനത്തിൽ ഉപരോധം തുടരുകയാണ്. ടോൾ പ്ലാസയ്ക്ക് അടുത്ത് നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനുണ്ട്. ഇപ്പോൾ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടുണ്ട് ടോൾ വിരുദ്ധ സമരസമിതിക്ക് നേരെ. അഫ്താബ്, എന്താണ് സംഭവിച്ചത്? അഫ്താബ്, ഹലോ, ഇതുവരെ സമാധാനപരമായ രീതിയിലായിരുന്നു സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് ഒരു പ്രകോപനവും ഇല്ലാതെ ലാത്തിച്ചാർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചിലർക്ക് തലക്കും ചിലർക്ക് കാലിനും ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ലാത്തിച്ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരക്കാർ പുലർച്ചെ വരെ ഇവിടെ ഇരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴും ലാത്തിച്ചാർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇതിന്റെ നേരത്തെ ഇവിടെ എത്തിയ സംഘം സമരസമിതി പ്രവർത്തകർ ഇവിടെ കുത്തിയിരിക്കുകയും BJP, സോളിഡാരിറ്റി, അതുപോലെ തന്നെ SDPI, വെൽഫെയർ പാർട്ടി, CPIM, ML എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം നടന്നിരുന്നത്. എന്നാൽ ഈ സമരം ഇവിടെ എത്തിയ ശേഷം പോലീസ് തടഞ്ഞതോടെ ഇവിടെ കുത്തിയിരുന്നുകൊണ്ട് നിരവധി പാർട്ടികളുടെ നേതാക്കൾ സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പോലീസ് പ്രകോപനമായിട്ട് പെരുമാറിയത്. ഇപ്പോൾ ഇവരെ ലാത്തിചാർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടമായിട്ടാണ് പോലീസ് പാലിയേക്കര ടോൾ വിരുദ്ധ സമര സമിതി അതിന്റെ പ്രതിഷേധ സമരത്തിന്റെ 1ാം വാർഷിക ദിനം ആയിരുന്നു ഇന്ന്. എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായോ? എന്താണ് ലാത്തിചാർജിന് വഴിവെച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ സമാധാനപരമായിരുന്നു സമരം തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ബാരിക്കേഡുകൾ മുഴുവനായിട്ടും സമരസമിതി പ്രവർത്തകരും വിവിധ സംഘടനകളും മറികടന്നു. ആദ്യം സോളിഡാരിറ്റിയും പിന്നീട് BJPയും SDPIയും വെൽഫെയർ പാർട്ടിയുമാണ് മറികടന്നത്. ഇതിനുശേഷം പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. ഇതുവരെ വിവിധ സംഘടനാ പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ, സംഘടനാ നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പ്രകോപനമൊന്നുമില്ലാതെ പോലീസ് ലാത്തിചാർജ് നടത്തിയത്. ഇനിയും ഈ സമരം തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് നേതൃത്വം ഇപ്പോൾ ഈ ലാത്തിചാർജ് നടത്തിയിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ലാത്തിചാർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലിയേക്കരയിൽ ടോൾ വിരുദ്ധ സമരസമിതി സമരത്തിന്റെ 1ാം വാർഷികം ആചരിക്കുന്നതിന്റെ ദിനത്തിൽ പോലീസ് ലാത്തിചാർജ് നടത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗോപി, പാലിയേക്കരയിൽ, തൃശൂർ പാലിയേക്കരയിൽ
ടോൾ പ്ലാസ ഉപരോധിക്കാനാണ്. ടോളിനെതിരെ BOT ടോളിനെതിരെ